625-ന് 5 ഘടകങ്ങളുണ്ട്. നമ്മുടെ ചോദ്യം ഇതാണ്. 625 has 5 factors. How many factors 625-ന്റെ സ്ക്വയറിന് എത്ര ഘടകങ്ങൾ ഉണ്ടാവും? 625-ന് 5 ഘടകങ്ങളുണ്ട്. 625-ന്റെ വർഗത്തിന് എത്ര ഘടകങ്ങൾ ഉണ്ടാവും എന്നാണ് ചോദ്യം. ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. കൃത്യമായ ആൻസർ ടൈപ്പ് ചെയ്യുന്ന കുട്ടി മുന്നോട്ട് വരട്ടെ. 625-ന് 5 ഘടകങ്ങൾ, 625-ന്റെ വർഗത്തിന് എത്ര ഘടകങ്ങൾ ഉണ്ടായിരിക്കും? കുട്ടികൾ ആരെങ്കിലും ടൈപ്പ് ചെയ്തോ? ഫർമിൻ ജോസ് സാർ 25-നും 9-നും 6-നും ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓ, ശ്രീഹരി എത്രയാണ് യഥാർത്ഥ ആൻസർ? 25 ഘടകങ്ങളോ? അയ്യോ, 625-ന് 5 ഘടകങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ 625-ന്റെ വർഗത്തിന് എത്ര ഘടകങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ഈസി മെത്തേഡ് ഈ 5-നെ ഡബിൾ ചെയ്യുക. 5-ന്റെ ഇരട്ടി എത്രയാണ് ശ്രീഹരി? 10. 10-ൽ നിന്ന് 1 അങ്ങ് മൈനസ് ചെയ്തല്ല 9. അതാണ് എളുപ്പമാർഗം. ഞാൻ പറഞ്ഞില്ലേ, ഒരു പരീക്ഷ എഴുതുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ നിർമ്മിക്കുമ്പോൾ 3 തരം കുട്ടികളെയാണ് ക്വസ്റ്റ്യൻ നിർമ്മിക്കുന്ന ആൾ മനസ്സിൽ കാണുക. ഒന്ന്, ഗിഫ്റ്റഡ് കുട്ടി. ഗിഫ്റ്റഡ് കുട്ടി പ്രാക്ടീസ് ചെയ്ത് എളുപ്പമാർഗത്തിൽ ഉത്തരം കണ്ടുപിടിക്കും. അതാണ് ഗിഫ്റ്റഡ് കുട്ടി ചെയ്തത്. 5-നെ ഇരട്ടിയാക്കി 1 കുറച്ചു, സെക്കൻഡുകൾ കൊണ്ട് ഉത്തരം. ഇനി അല്ലാത്ത ഒരു കുട്ടി, ഒരു ആവറേജ് ആയ കുട്ടി, ആ കുട്ടി എന്ത് ചെയ്യും? 625-ന് 5 ഘടകങ്ങൾ തന്നെയാണോ എന്ന് പരിശോധിക്കും. ഈ 625 5 ഘടകങ്ങൾ തന്നെയാണോ? അതാദ്യം അറിയണ്ടേ. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? 625 5 ഘടകങ്ങളാണോ എന്ന് കണ്ടുപിടിക്കാൻ 625-നെ 5 എത്ര എന്ന് എഴുതാം നിങ്ങൾക്ക്? 4 എന്ന് എഴുതാം. 5/4 എന്ന് എഴുതാം. അപ്പോൾ ഒരു പ്രൈം നമ്പറിന്റെ മേലെ, ഒരു അഭാജ്യ സംഖ്യയുടെ മേലെ പവറായിട്ട് ഒരു സംഖ്യ എഴുതി കഴിഞ്ഞാൽ ആ സംഖ്യക്ക് എത്ര ഘടകങ്ങളുണ്ടെന്ന് വെച്ചാൽ ഒരു +1 ചേർത്ത് കൊടുത്താൽ. അതാണ് ഒരു പ്രത്യേകത. അതായത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഏത് അഭാജ്യ സംഖ്യയുടെയും ഘടകങ്ങളുടെ എണ്ണം കൃത്യം കെത്താൽ 1 കൂടുതലായിരിക്കും. ഏത് അഭാജ്യ സംഖ്യയുടെയും ഘടകങ്ങളുടെ എണ്ണം ഈ പവറിനേക്കാൾ 1 കൂടുതലായിരിക്കും. 3/2 എന്ന സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം ഈ 2ന്റെ കൂടെ 1 കൂട്ടിയാൽ മതി. നിങ്ങൾക്കറിയാം 3/2 എന്ന് പറഞ്ഞാൽ 9 ആണ്. 3 2 പ്രാവശ്യം എഴുതി ഗുണിക്കലാണ്. 9-ന്റെ ഘടകങ്ങളുടെ എണ്ണം 3 അല്ലേ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. 1 3 9 ആണ്. അപ്പൊ ഇവിടെ 625-നെ 625-നെ നമുക്ക് 5/4 എന്ന് എഴുതാം. 5/4 625 ആണ്. അപ്പൊ 625-ന് 5 ഘടകങ്ങൾ അവർ പറഞ്ഞത് ശരിയുമാണ്. ഇനി 625-ന്റെ വർഗത്തിന്, അപ്പൊ എന്ന് പറഞ്ഞാൽ 5/4 എന്ന സംഖ്യയുടെ വർഗം, സ്ക്വയർ, ഞാൻ ഇങ്ങനെ എഴുതി. 625-നെ ഞാൻ 5/4 എന്ന് എഴുതി. 2 എഴുതാൻ വർഗമായി, സ്ക്വയറായി. ഈ 5/4 ഹോൾ സ്ക്വയർ xm എന്ന് പഠിച്ചു വെച്ച കുട്ടികളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അവർക്കറിയാം 5/4 × 2 8 ആണ്. നേരത്തെ നിങ്ങൾ 5/4-ന് 5 ഘടകം എന്ന് പറഞ്ഞതുപോലെ ഇനി നിങ്ങൾ പറയൂ 5/8-ന് എത്ര ഘടകം? മൈക്ക് ഓൺ ചെയ്യാത്തതുകൊണ്ട് മറ്റുള്ള കുട്ടികൾക്ക് പറയുന്നില്ല, കോവച്ചിട്ട് മിണ്ടുന്നില്ല. എന്തൊരു സങ്കടം ഇത്. യെസ്, പറയൂ. 5/8-ന് എത്ര ഘടകം? 9. കുട്ടികൾ വിളിച്ചു പറയുന്നത് കേട്ടില്ലേ നിങ്ങൾ? 8 + 1 9 ഘടകം.
5:8 8 വന്ന് ഓർമ്മ ഘടകം. ഇത് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ എളുപ്പമാർഗമാണ് നേരത്തെ ഒരു ഗിഫ്റ്റഡ് കുട്ടി കണ്ടെത്തിയത്. എന്ത്? 625-ന് 5 ഘടകങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ 625-ന്റെ വർഗത്തിന് 5-നെ ഇരട്ടിയാക്കുന്നു, 1 കുറയ്ക്കുന്നു. ആട്ടെ, ഞാൻ ഇതേപോലെ വേറൊരു ചോദ്യം തരികയാണ്. ആ ചോദ്യത്തിന് ആൻസർ എല്ലാവർക്കും ഉറക്കെ വിളിച്ചു പറയാം. 1024 എന്ന സംഖ്യ, ആ 1024-ന് 11 ഘടകങ്ങളുണ്ട്. 11 ഫാക്ടേഴ്സ്, 11 ഫാക്ടേഴ്സ്. ചോദ്യം ഇതാണ്, ഉറക്കെ വിളിച്ചു പറഞ്ഞോളൂ. 1024-ന്റെ വർഗത്തിന് എത്ര ഘടകങ്ങൾ ഉണ്ടായിരിക്കും? 21. കുട്ടികളായി. കാരണം എല്ലാവരും ഉറക്ക 21 വിളിച്ചു പറഞ്ഞു. ഉത്തരം ശരിയാണ്. 2016 USS ചോദ്യമാണിത്. 2016 USSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം കാണാം. 1024-ന് 11 ഫാക്ടേഴ്സ്, 1024-ന്റെ വർഗത്തിന് എത്ര ഫാക്ടേഴ്സ്? ഉടനെ 11-നെ ഡബിൾ ചെയ്യുന്നു, 22 കിട്ടുന്നു, 1 കുറയ്ക്കുന്നു, 21. ഇനി ഈ 1024 എന്ന സംഖ്യ നിങ്ങൾ അറിയണം 2:10 ആണ്. 2:10 എന്ന് എഴുതാം. 2 10 പ്രാവശ്യം എഴുതി വിളിച്ചു നോക്കൂ, നിങ്ങൾക്ക് 1024 കിട്ടും. ആ 2:10 എത്ര ഘടകം ഉണ്ടെന്ന് വെച്ചാൽ കൃതിയേക്കാൾ 1 കൂടുതലാണ്, 11 ഘടകം. ഇനി 2:10 എന്ന് നിങ്ങൾ 1024-നെ വിശേഷിപ്പിക്കുമ്പോൾ 2:10 ഹോൾ സ്ക്വയർ എന്ന് അതിനെത്ര ഘടകം ഉണ്ട് തങ്ങളോടുള്ള ചോദ്യം. 2:10 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2:20 ആണ്. ഇനി 2:20-ന് എത്ര ഘടകം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? കോ-ഹോസ്റ്റ് മിണ്ടുന്നില്ല, കോ-ഹോസ്റ്റ് ആരും മിണ്ടുന്നില്ല. ശ്രീഹരി മിണ്ടുന്നില്ല, മുസമ്മിൽ മിണ്ടുന്നില്ല. എന്ത് ചെയ്യാനാ? അവർ കോ-ഹോസ്റ്റ് ആണെന്ന് നേരത്തെ പറഞ്ഞു, പക്ഷെ മിണ്ടുന്നില്ല. പറയൂ. ശരി, ഇനി ഞാൻ എല്ലാവരെയും ഒന്ന് ഓൺ ചെയ്യട്ടെ, കാരണം മറ്റുള്ള കുട്ടികളാണ് കുറച്ചുകൂടി സ്പീഡ് പറയുന്നത്. യെസ്, പറയൂ. 21 പറഞ്ഞു, പക്ഷെ കോമസ്റ്റായ കുട്ടികൾ മിണ്ടുന്നില്ല. എനിക്കാണെങ്കിൽ റെക്കോർഡ് ചെയ്യുകയും വേണം. അവരാണ് എന്നെ പഠിച്ചത്, അവർ മിണ്ടുന്നില്ല. യെസ്, ഞാൻ നോക്കട്ടെ ഇനി കോമസ്റ്റ് മിണ്ടുപോയെന്ന്. ശ്രീഹരി പോയി, മിണ്ടുന്നില്ല. എന്താണോ മിണ്ടാത്തത്? എന്താണ് ഇന്ന് ഫോണിന് വെച്ചത്? മിണ്ടുന്നില്ലേ? ശരി, മുസമ്മിൽ. അവർക്ക് ഇപ്പൊ ഓൺ ചെയ്യാൻ പറ്റൂ. ഓൺ ചെയ്യുന്ന കുട്ടികൾക്ക് അനങ്ങുന്നില്ല. തിഷ. അപ്പൊ തിഷയെങ്കിലും ഒന്ന് മറുപടി പറയാം. മറ്റേ 2 കുട്ടികൾ വെറുതെ എന്നെ വിളിച്ച് രാവിലെ 5:10 എന്നെ വിളിച്ചതിന് പറഞ്ഞാൽ കോസ്റ്റ് ആയിക്കോളാൻ പറഞ്ഞു, പക്ഷെ കിട്ടുന്നില്ല. ശരി തിഷ, കേൾക്കാം? കേൾക്കാം. തിഷയുടെ ഫോണിന് ചെറിയ പ്രശ്നമുണ്ട്. അത് ക്ലിയർ ആയിരുന്നു, പക്ഷെ ഫോണിന് ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട്, അത് ശ്രദ്ധിച്ചാൽ. ഇന്ന് ഫാക്ടേഴ്സായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പരീക്ഷയ്ക്ക് ഫാക്ടേഴ്സിൽ നിന്ന് ചോദ്യം ഉണ്ടാവും. പക്ഷെ മറുപടി പറയണം, കാരണം എനിക്ക് ഇതിലൂടെ റെക്കോർഡ് ചെയ്യുന്നതായത് കൊണ്ടാണ് ഞാൻ എല്ലാ കുട്ടികളും ഓൺ ചെയ്യാത്തത്. അതുകൊണ്ടാണ് കേട്ടോ. നിഷ റെഡിയല്ലേ? റെഡിയാണ്. അല്ല മറ്റേ ബാക്കിയുള്ള കുട്ടികൾ കോഹോസ്റ്റ് ശ്രീഹരി ഉണ്ടാവോ? എന്താണോ അനങ്ങാത്തത്? ശ്രീഹരി കേൾക്കാമോ? മുസമ്മിലോ? അവനും പോയോ? ഫെർമിൻ ജോസ് ഉണ്ടെന്നില്ല. കേൾക്കാം. ശരി, ഞാനൊരു കാര്യം ചെയ്യാം. മക്കളെ, നിങ്ങൾ എല്ലാവരുടെയും ഫോൺ ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, മറുപടി പറയുമ്പോൾ എല്ലാവരും ഒന്നിച്ച് ബഹളം വെക്കരുത്, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ശരി, നമുക്ക് ഫാക്ടേഴ്സിന് എങ്ങനെയൊക്കെ ചോദ്യം വരും നോക്കാം. ആദ്യം ചെറിയ ചോദ്യം വെച്ച് തുടങ്ങാം. 40 എന്ന സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എത്ര? How many factors in 40? 40-ന് എത്ര ഘടകങ്ങളുണ്ട്? How many factors
4 0. 8. 8. How many factors? 4 0. 8. Question അല്ലേ 8 factors. How many factors? 4 0 എന്നാണ് നമുക്ക് 40 എത്ര ഘടകങ്ങളുണ്ട് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. അവിടെ നിന്ന് തുടങ്ങാം. നിങ്ങൾ ചിലപ്പം അത് ഫാക്ടറൈസ് ചെയ്ത് കണ്ടുപിടിക്കും, ചിലപ്പോൾ അല്ലാതെ തന്നെ മനസ്സിൽ കണക്കൂട്ടുന്ന കുട്ടികളുണ്ടാവും. ശരി, ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 40 നമ്മൾ ഫാക്ടറൈസ് ചെയ്തു, 2 കൊണ്ട് ഹരിച്ചു, 20 കിട്ടി. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, നമുക്ക് 10 കിട്ടി. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, നമുക്ക് 5 കിട്ടി. അപ്പൊ 2/3 പിന്നെ ഇൻറ്റു 5/1 ആണല്ലോ ഈ 40. അപ്പൊ ഇവിടെ പവറിന്റെ കൂടെ +1 ചേർത്ത് കൊടുക്കുന്നു, ഇവിടെയും പവറിന്റെ കൂടെ +1 ചേർത്ത് കൊടുക്കുന്നു. അപ്പൊ 4 × 2 ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് 8. അത് ശരിയാണ്. അപ്പൊ 40ന്റെ ഘടകങ്ങളുടെ എണ്ണം ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഘടകങ്ങളുടെ എണ്ണം ചോദിക്കുന്നു. ആ ഘടകങ്ങളുടെ എണ്ണം ചോദിക്കുക 40ന്റെ എത്ര, 72ന്റെ എത്ര, 80ന്റെ എത്ര എന്നൊന്നും ചോദിക്കില്ല. ഇനി കുറച്ച് ഗ്രേഡ് കൂടിയിട്ട് ചോദിക്കാം. കുറച്ചുകൂടി വലിയ സംഖ്യകൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. എങ്ങനെയാ ഇവർ വലിയ സംഖ്യ ഉണ്ടാക്കാൻ അറിയും? പ്രൈം നമ്പറിന്റെ മേലെ ഒരു പവർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് എനിക്കറിയാം. ഇപ്പൊ 7/5 എത്ര ഘടകം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ +1 ഇട്ട് കൊടുക്കും എനിക്കറിയാം. ഇനി 7/5 × 3/6 എത്ര ഘടകം ഉണ്ടെന്ന് ചോദിച്ചാലും പ്രൈം നമ്പർ ആയതുകൊണ്ട് ഇവിടെയും +1 ഇട്ട് കൊടുക്കും, ഇവിടെയും +1 ഇട്ട് കൊടുക്കും. 5 × 1 6, 6 × 1 7, 6 42 എന്ന് നിങ്ങൾ എഴുതി കൊടുക്കും എന്ന് അവർക്കറിയാം. പക്ഷെ അവർക്ക് നിങ്ങളെ പിടിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർഗമാണ്, അവർ നല്ല ചോദ്യം ഉണ്ടാക്കുന്ന ആളുകൾക്ക് നിങ്ങളെ പിടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം എന്താണെന്നാൽ ഒരു കോമ്പോസിറ്റ് നമ്പർ, ഒരു കോമ്പോസിറ്റ് നമ്പറിന്റെ മേലെ പവർ കിട്ടും 12/4. അവിടെ 4+1 എഴുതാൻ പാടില്ല. കാരണം ഈ അടിയിലുള്ള ഈ 12നെ അത് കോമ്പോസിറ്റ് നമ്പർ മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉള്ള നമ്പർ ആയതുകൊണ്ട് ആ നമ്പറിനെ നിങ്ങൾ പ്രൈം നമ്പറിന്റെ ഭാഗമാക്കി മാറ്റണം. ഒന്നുകിൽ ഇങ്ങനെ തന്നെ മുറിക്കാം, 2 × 2 × 3 എന്ന് എഴുതി കഴിഞ്ഞാൽ എല്ലാം പ്രൈം നമ്പറിന്റെ. കാണുന്നില്ല എന്ന് പറയുന്നു, ബോർഡ് കാണുന്നില്ലേ? സാർ അതെ, ബോർഡ് ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയായിരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ബോർഡോ? ആ, അതായത് സാർ എഴുതിയേക്കൊന്നും നമുക്ക് കാണത്തില്ല, അതിന്റെ അറ്റം മാത്രമേ കാണത്തുള്ളൂ. ആണോ? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആണോ? അപ്പൊ അത് ഏത് ഭാഗത്തേക്ക് എഴുതണം നോക്കട്ടെ. ഇത് റെഡിയാണ്. അപ്പൊ നിങ്ങൾ എഴുതിയത് കാണുന്നില്ല എന്നാ പറയുന്നത്. ഈ എഴുതിയത് കാണുന്നില്ല. ഇപ്പോഴോ? ഇപ്പൊ കാണാം. അപ്പൊ ഇവിടെയാണ് വരുന്നത്. ശരി, ഓക്കെ. അതാണ്, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോഴും കാണാം. ശരി, ഇവിടെ വേണം അതിന്റെ പൊസിഷൻ എന്ന് മനസ്സിലായി. അപ്പൊ ചെറിയ ക്യാമറ ഒന്ന് തിരിഞ്ഞു പോയതാണ്, കുഴപ്പമില്ല, നമുക്ക് നോക്കാം, അടുത്തത് നോക്കാം കേട്ടോ. ശരി, അപ്പൊ ഇവിടെ 12/4 എത്ര ഘടകങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 12നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 × 2 × 3 എന്ന് എഴുതുന്നു. എന്നിട്ട് നമുക്ക് ബ്രാക്കറ്റ് കൊടുത്തിട്ട് അതിന്റെ പുറത്തേക്ക് 4നെ കൊണ്ടുവരാം. അങ്ങനെ 4നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ 2 പ്രാവശ്യം എഴുതി കൊളിച്ചു. അപ്പൊ 2ന്റെ കുടുംബക്കാരൻ 2/1 2/1 അവിടെ അവർ ഒന്നാകുമ്പോൾ 2/2 ആയിട്ട് മാറും. ഇൻറ്റു 3 എന്ന് കൊടുക്കുന്നു എന്ന് പറയാൻ 3/1 ആയിട്ട് മാറും. എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുന്നു. ആ ബ്രാക്കറ്റിന്റെ പുറത്തേക്ക് 4നെ കൊണ്ടുവരും. അതിനുശേഷം
ഒരു സൗണ്ട് ഉണ്ടാക്കണം. അതിനുശേഷം 2:4 എന്ന് പറയുന്നത് 8 3:1 നിന്ന് 4 ആണ്. ഇവിടെയാണ് നമ്മളൊരു +1 വെച്ച് ചേർത്ത് കൊടുക്കുന്നത്. +1 +1. അപ്പൊ 8 3 9. 9 × 5 45 ഘടകങ്ങളാണ്. അല്ലാതെ 12:4 നിങ്ങൾ 4+1 എഴുതിയിട്ട് 5 ഘടകങ്ങളല്ല. ചെയ്തത് ഇത്ര മാത്രം. ഈ 12 എന്ന സംഖ്യ കോമ്പോസിറ്റ് നമ്പർ ആയതുകൊണ്ട് കോമ്പോസിറ്റ് നമ്പറിന് പ്രൈം നമ്പറിന്റെ ഭാഗമാക്കി മാറ്റിയതിനു ശേഷം വേണം നിങ്ങൾ ഈ ക്രിയ ചെയ്യാൻ. പോകാൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. ആ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക. ഞാൻ അതിന്റെ അടുത്തൊന്ന് ക്യാമറ എന്താ പ്രശ്നം വെച്ച് നോക്കട്ടെ. ഇപ്പൊ ഇവിടെ ഈ 80 എന്നുള്ള കാണുന്നുണ്ടോ? കാണാം സാർ. കാണാം. അപ്പോ 80-ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കൂ നിങ്ങൾ. ഹൗ മെനി ഫാക്ടേഴ്സ് ഇൻ 80? 80-ന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര കണ്ടുപിടിക്കാം? 10 സാർ? 10 എന്ന് നമുക്ക് നോക്കാം. എല്ലാം ചെയ്യട്ടെ. യെസ്, മക്കളെല്ലാവരും കമന്റ് ചെയ്തോളൂ. 80-ന് എത്ര ഘടകങ്ങളുണ്ട് എന്നതിന്റെ ആൻസർ കമന്റ് ചെയ്തോളൂ. 80-ന്റെ ഘടകങ്ങളുടെ എണ്ണം ആരാ? സാർ എല്ലാവരും 10 ടൈപ്പ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് ചെയ്തിരിക്കേണ്ടത് ശരിയാണ്. 10 എന്ന ആൻസർ ശരിയാണ്. 10 is the right answer. കാരണം ഇനി ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, അതില് ആ ചോദ്യം ഇങ്ങനെയാവാം. അത് ശരിക്കും ശ്രദ്ധിക്കുക നിങ്ങൾ. 3600-ന് കാണുന്നത് ഇല്ല അല്ലേ? കുറച്ച് സൈഡിലോട്ട് കുറച്ച് സൈഡിലേക്ക് അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. നോക്കാം. 3000 ഇപ്പോഴോ റെഡിയാണ്. 3600-ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് കണ്ടുപിടിക്കും. 3600-ന്റെ ഫാക്ടേഴ്സിന്റെ ആണ് സാർ 45. 45 ആൻസർ ശരിയാണ്. കണ്ടുപിടിച്ചത് ശരിയാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി മാറ്റിയിട്ടാണ് ഈ ചോദ്യം ഉണ്ടാവുക. 3600-ന് എത്ര ഈവൻ ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് ചോദിക്കാം. അപ്പൊ എങ്ങനെയാണ് ഈവൻ ഫാക്ടേഴ്സ് കണ്ടെത്തുക, എങ്ങനെയാണ് ഓഡ് ഫാക്ടേഴ്സ് കണ്ടെത്തുക എന്നതും കൂടി ഇപ്രാവശ്യം ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. 3600-ന് എത്ര ഈവൻ ഫാക്ടേഴ്സ് ഉണ്ട്, 3600-ന് എത്ര ഓഡ് ഫാക്ടേഴ്സ് ഉണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഉത്തരം കണ്ടെത്തുക? നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടുപിടിച്ച് നോക്ക്. 3600 എത്ര ഈവൻ ഫാക്ടേഴ്സ് ഉണ്ട്? കണ്ടുപിടിച്ചോ? സാർ 36 ആണോ? 36 ആണ്. 36 ഈവൻ ഫാക്ടർ. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഞാനൊരു 3-4 ചോദ്യം നിങ്ങൾക്ക് തരാം. ആ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ അവിടെ കണ്ടുപിടിക്കുക. അതിനുശേഷം നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും കാണാം. ചോദ്യം ഇതാണ്: എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും എന്നാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതില് ആദ്യം ഫാക്ടേഴ്സിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാ ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞു. ശ്രദ്ധിച്ചോളൂ. ഫാക്ടേഴ്സിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരും ശരിക്കും എല്ലാവരും ശ്രദ്ധിച്ചോളൂ. എങ്ങനെയൊക്കെ വരിക? ഒരു ചോദ്യം എഴുതിക്കോളൂ. 10 റേസ്റ്റ് ഇപ്പൊ ഇത് കാണുന്നുണ്ടോ? 10 എന്നുള്ളത് കാണാം സാർ. 10⁻² ഇൻറ്റു 5⁻² ഇൻറ്റു 3. ഈ ഒരു ചോദ്യം ഹൗ മെനി ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ് ചോദിക്കാം. ഹൗ മെനി ഫാക്ടേഴ്സ്? ഫാക്ടേഴ്സിന്റെ ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഈ ടൈപ്പ് ഒക്കെ വരും.
10⁻²⁵2⁵3 എത്ര ഘടകങ്ങളുണ്ട്? ഇത് നിങ്ങൾ ചെയ്തു വെക്കുക. 5 മിനിറ്റ് സമയം തരാം. വേറെ ചോദ്യം വരുന്നത് ഹൗ മെനി പ്രൈം ഫാക്ടേഴ്സ്, അങ്ങനെ ചോദ്യം വരാം. ഹൗ മെനി പ്രൈം ഫാക്ടേഴ്സ്, അഭാജ്യ ഘടകങ്ങൾ. സാറേ മേളത്തെ 5ന്റെ പവറും 3ന്റെ പവറും ക്ലിയർ ആയിട്ട് കാണത്തില്ല. ഇപ്പൊ മറുപടി പറയണ്ട, ഇതൊന്നും ഇപ്പൊ മറുപടി പറയണ്ട. ഈ അതല്ല ചോദ്യം സാർ, 5ന്റെ പവറും 3ന്റെ പവറും കാണത്തില്ല. കാണുന്നില്ല. അതെന്താടോ കാണാത്തത്? ഇപ്പോഴോ? അത് കുറച്ച് താത്തിയാൽ മതിയായിരുന്നു. എനിക്ക് ആ പവർ ഒന്ന് കാണാനായിരുന്നു. പവർ എത്രയാന്ന് അറിയില്ല. ഓ, ഇത് മാത്രം താത്തിയാ മതി. ഇപ്പോഴോ? ഓക്കെ, ശരിയായി, കറക്റ്റാ. റെഡി. ഓക്കെ, ഞാൻ ക്യാമറ തിരിഞ്ഞു, അതുകൊണ്ടാണ് പറ്റിയത്. അപ്പൊ 2 ചോദ്യങ്ങൾ. ഒന്ന്, ഹൗ മെനി ഫാക്ടേഴ്സ് ഇൻ 1000? 1000 എത്ര ഘടകങ്ങളുണ്ട് എന്ന ചോദ്യം. ഇനി വേറൊരു ടൈപ്പ് ചോദ്യം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. 3ാമത്തെ ടൈപ്പ്. which is the largest power of 2 6⁴ into 10⁴ into 14�3. അതായത് 6⁴ 10⁴ into 14�3ന്റെ 2ന്റെ ഏറ്റവും വലിയ പവർ കൃതിയെ എന്ന ചോദ്യം. കണ്ടോ, 3 ടൈപ്പാണ് ചോദ്യം തന്നിരിക്കുന്നത്. ആദ്യത്തെ ഒരു ടൈപ്പ് എന്താന്ന് പറഞ്ഞാൽ 10⁻², 5⁻², 3 അതിൽ എത്ര ഘടകങ്ങളുണ്ട്. രണ്ടാമത്തെ ടൈപ്പ് എന്താ, ഹൗ മെനി പ്രൈം ഫാക്ടേഴ്സ് 1000, which is the largest power of 2 6⁴. ഇങ്ങനെ. ഇനി 4ാമത്തെ ടൈപ്പ് ശ്രദ്ധിച്ചോളെ, അതും വരാൻ സാധ്യതയുള്ളതാണ്. 4th ടൈപ്പ് ഈ ഫാക്ടേഴ്സ് വരുന്ന ചോദ്യങ്ങളാണ് പറയുന്നത്. 4ാമത്തെ ടൈപ്പ് 72-ന് എത്ര ഈവൻ ഫാക്ടേഴ്സ് ഉണ്ട്. ഹൗ മെനി ഈവൻ ഫാക്ടേഴ്സ്, ഇരട്ട ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ 72ന്റെ ഫാക്ടേഴ്സ് എടുത്തു നോക്കുമ്പോൾ അതിൽ എത്ര ഇരട്ട സംഖ്യ ഉണ്ടെന്നാണ് ചോദ്യം. ഇതൊക്കെ ഇങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അടുത്ത 5ാമത്തെ ചോദ്യം കൂടി ഇതിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഞാൻ 5 ടൈപ്പാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 5ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. 12 ഘടകങ്ങളുള്ള 12 ഫാക്ടേഴ്സ് ഉള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഞാൻ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് പറയുന്നത്. സ്മോളസ്റ്റ് നമ്പർ, 12 ഘടകങ്ങളുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏത്? വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് നമ്പർ ഹാവിംഗ് 12 ഫാക്ടേഴ്സ്. ഞാൻ ഈ 5 ചോദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഈ 5 ചോദ്യം നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് സമയം ഞാൻ തരാം. 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഈ 5 ചോദ്യം ചെയ്തു വെക്കുക. നമുക്ക് 10 മിനിറ്റ് ശേഷം വീണ്ടും കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ ഫർമിൻ ജോസ്. 10⁻² into 5⁻² into 3 how many factors? Second question, how many prime factors in 1000? Third question, which is the largest power of 2 in 6⁴ into 10⁴ into 14⁵. Fourth question, 72 എത്ര 72-ന് എത്ര ഈവൻ ഫാക്ടേഴ്സ് ഉണ്ട്? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, 12 ഫാക്ടേഴ്സ് ഉള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഈ 5 ചോദ്യത്തിന് ആൻസർ അപ്ലോഡ് ചെയ്ത് വെക്കുക. അപ്പോ 5 മിനിറ്റ് സമയം മതിയാവുന്ന എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ തരാം. ഇനി ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. മൈക്ക് ഓണാണോ അല്ലയോ എന്ന് അറിയാവോന്നല്ല. മക്കളെ, ഈ 5 ചോദ്യവും നിങ്ങൾക്ക് ആൻസർ അറിയാം.
അറിയാം. സാർ. ഈ അഞ്ച് ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? യെസ്, ഓക്കെ, ശരി, എക്സ്പ്ലനേഷൻ തരാം. ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ ആദ്യം ഒന്ന് ശ്രമിച്ചു നോക്കൂ, അതിനുശേഷം ഞാൻ ഇതിന് മറുപടി തരാം. ഓക്കെ, 5 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങൾ ഈ 5 ചോദ്യം എങ്ങനെ നേരിടും? പരീക്ഷയ്ക്ക് ഈ ചോദ്യം വന്നു എന്ന് വിചാരിക്കുക, നിങ്ങൾ എങ്ങനെ ഇതിന് ആൻസർ ചെയ്യും? റൺവി ജോസഫ്, ഇപ്പം ബോർഡ് കാണുന്നുണ്ടോ? കാണാം സർ. കാണാം. ക്വസ്റ്റ്യൻ ഒക്കെ ക്ലിയർ ആണോ? കുറച്ച് പുറത്തും കുറച്ചകത്തും അങ്ങനെ പോയിട്ടില്ലേ? ഓക്കെ, ഞാനൊന്ന് ക്യാമറ ഒന്ന് തിരിക്കുന്നുണ്ട്, ഒന്ന് നോക്കണേ. എപ്പോഴാണ് ക്ലിയർ ആകുന്നത് നോക്കണം. ക്യാമറ ഒന്ന് ഞാനൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. ഇപ്പൊ എങ്ങനെയാണ്? ഇപ്പോഴോ? ഇപ്പോഴും അങ്ങനെ തന്നെയാ. അങ്ങനെ തന്നെയാണ്. ശരി, നോക്കാം, പിന്നീട് നോക്കാം. എന്നാലും കൂടുതൽ കാണുന്നുണ്ടല്ലോ അല്ലേ? യെസ്, കുട്ടികള് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സമയമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് സമയം അത് മതിയോ ഇത്രയും ചോദ്യം ചെയ്യാൻ? മതി. ഓ, എങ്ങനെ കുട്ടികളാ പറയേണ്ടത്? പറയൂ, ഇതിന്റെ എക്സ്പ്ലനേഷൻ തരാൻ അതിന്റെ സമയമായിട്ടുണ്ടോ? യെസ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം ഞാൻ ഓരോ ചോദ്യം എടുത്ത് ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ചോദ്യത്തിന് ആൻസർ നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയത്? ഫെർമിൻ ജോസ് സാർ 45 കിട്ടിയത്. 45 ആണോ? മറ്റുള്ള കുട്ടികൾ ചോദിച്ചു നോക്കട്ടെ, എല്ലാ കുട്ടികളും എത്രയാണ് ആൻസർ ചെയ്തതെന്ന് അറിയട്ടെ. ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ എത്ര കിട്ടി? ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട് 30 ആണ്. ബോർഡിൽ എഴുതിയ 30 എന്ന് കാണുന്നുണ്ടോ? ഇനി രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എത്രയാണ്? കണ്ടോ, പ്രൈം ഫാക്ടേഴ്സ് ചോദിച്ചപ്പോ 2 ശരി. ഇനി അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഇസ് ദ ലാർജസ്റ്റ് പവർ ഓഫ് 2 എന്നൊരു ചോദ്യമുണ്ട്. അതെത്രയാണ്? 11 അല്ലേ, 12 ആണ്. 12 ആണ്. 12. ഇനി 72 ഈവൻ ഫാക്ടേഴ്സ് എന്ന ചോദ്യം എത്രയാണ്? 9 ആണ്. ഓക്കെ. ഇനി 12 ഘടകങ്ങളിലെ ഏറ്റവും ചെറിയ സംഖ്യ എന്ന ചോദ്യത്തിന്റെ ആൻസർ 60. എന്റെ ചോദ്യം ഇതാണ്, ഈ 5 ചോദ്യത്തിനും ആൻസർ കിട്ടിയ കുട്ടിയുടെ പേരെന്താണ്? 5 ശരിയായ കുട്ടികൾ ഇതിൽ ആരെങ്കിലും ഉണ്ടോ? 4 ശരിയായവരുണ്ടോ? 4. ഫെർമിൻ ജോസിന് 4 ശരി. ശ്രീഹരി
എത്ര ശരി? 4 ശരിയാണ്. മറ്റുള്ള കുട്ടികളുണ്ടോ? 4 ശരി. ഫെർമിൻ ജോസ്, ഞാൻ ഈ ഇതൊന്ന് പിന്നെ ഒഴിവാക്കുന്നുണ്ട്. അത് ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, എനിക്കൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഇനി ആ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു. 10⁻² into 5⁻² into 3. How many factors? ഒരു മിനിറ്റ്. 10⁻² into 5⁻² 2 into 3 എന്നതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് ചോദ്യം. ആ ബോർഡിലേക്ക് ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണ്. ഇവിടെ ഒരു പ്രശ്നവുമില്ല. 2ഉം 3 5ഉം 3ഉം പ്രൈം നമ്പർ ആയതുകൊണ്ട് അത് നമ്മൾ അവിടെ തന്നെ ഇട്ടേക്കും. ഇവിടെ 10നെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരുന്നത്. 10നെ കോമ്പോസിറ്റ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ 2 into 5 എന്ന് വിശേഷിപ്പിക്കുന്നു. 2 into 5 എന്നിട്ട് ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് അതിന്റെ പുറത്തേക്ക് ഈ 2നെ കൊണ്ടുവന്നിട്ട് 5⁻² എന്ന് എഴുതുന്നു, into 3⁻1 എന്ന് എഴുതുന്നു. അത് ഓക്കെ ആയിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഇവിടെ 2-നൊരു പവർ ഉണ്ട്, 5-നൊരു പവർ ഉണ്ട്. അപ്പൊ 2⁻122 into 5⁻122 നിങ്ങൾ പഠിച്ചതാണ്. x⁻m all⁻m is x⁻m എന്ന് നിങ്ങൾ പഠിച്ചതാണ്. ഇൻറ്റു 5⁻2 ഓൾറെഡി ഒന്നും ഇവിടെ ഉണ്ടായിരുന്നു, അത് എഴുതുന്നു. 3⁻1 എഴുതുന്നു. ഇനി ഇവിടെ അടുത്ത പ്രശ്നം, ഈ 5⁻2 രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് 5⁻2ഉം 5⁻2 കുടുംബക്കാരാണ്. അപ്പൊ അതിനെ നമുക്ക് 5⁻4 എന്ന് എഴുതാം, ഇൻറ്റു 2⁻2 എന്ന് എഴുതാം. ഇവിടെ അത് ഇവിടെ ഉള്ളതാണ്. പിന്നെ 3⁻1 എന്ന് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇത്രയും കാര്യങ്ങളായാൽ ഏകദേശം ആൻസറിലേക്ക് വന്നു കഴിഞ്ഞു. ഇവിടെ ഒരു +1 കൊടുക്കുന്നു, ഇവിടെ ഒരു +1 കൊടുക്കുന്നു, ഇവിടെയും ഒരു +1 കൊടുക്കുന്നു. ഇപ്പൊ 2ഉം 1ഉം 3, 4ഉം 1ഉം 5, 1ഉം 1ഉം 2. അപ്പം 5×3 15, 15×2 30 എന്നാണ് ഉത്തരം. ഇതാണ് ഒരു ടൈപ്പ് ചോദ്യം. ഇത് സ്ഥിരം വരുന്നതാണ്. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് കുറച്ചുകൂടി മാറ്റി ചോദിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ ചോദ്യം ഞാൻ തന്നത്. അപ്പൊ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനത്തെ ഒരു ചോദ്യം എടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടു. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത് 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രമല്ല ചോദ്യം ഉണ്ടാവുക. അതാദ്യം തിരിച്ചറിയുക. 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഏകദേശം ഒരു 60% ചോദ്യം ഉണ്ടെങ്കിൽ തന്നെ ബാക്കി 40% ചോദ്യങ്ങൾ 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിൽ നിന്നും വരാനാണ് സാധ്യത. അതുകൊണ്ട് 5ലും 6ലും ഒക്കെയാണ് ഇതൊക്കെ പഠിക്കുന്നത്. നമ്പേഴ്സ് പഠിക്കുന്നത് 5ാം ക്ലാസ്സിലാണ്. എല്ലാതരം നമ്പേഴ്സ് പഠിച്ചു വെക്കണം. നമ്പേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പെർഫെക്റ്റ് നമ്പർ എന്ന് ചോദിക്കില്ല. പകരം ചോദിക്കുക, വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് 496 എക്സെപ്റ്റ് 496? 496 ഒഴികെ 496ന്റെ ഘടകങ്ങളുടെ തുക എത്ര? 496 തന്നെയാണ്. അപ്പൊ 400 പെർഫെക്റ്റ് നമ്പർ ആണ് പഠിച്ചു വെക്കണം, അനകസംഖ്യയാണ്. ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് പാലിൻഡ്രോമിക് നമ്പർ? പാലിൻഡ്രോമിക് നമ്പർ ഏതാണ്? അതെന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ഡെഫിഷ്യന്റ് നമ്പർ, അബൻഡന്റ് നമ്പർ, അമിക്കബിൾ നമ്പർ, ഇങ്ങനെ നമ്പേഴ്സ് കുറെ പഠിക്കാനുണ്ട്. നമ്മുടെ ഗൈഡ് വാങ്ങിയ കുട്ടികൾക്ക് അതിന് കൃത്യമായിട്ട് ഓരോ നമ്പേഴ്സിന്റെയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക, പഠിക്കുകയും ചെയ്യുക. ശരി, ഇത്രയും ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫെർമിൻ ജോസ്, ആ രണ്ടാമത്തെ ചോദ്യം വായിക്കാം. How many prime factors in 1000? ആ ചോദ്യത്തിന് കുട്ടികൾ മറുപടി തന്നിട്ടുണ്ട്. 1000-ന് എത്ര? 1000 എഴുതിയ കാണുന്നില്ല എന്നാ പറയുന്നത്. ശരി, നമുക്ക് ഇങ്ങോട്ട് എഴുതാം. ഇവിടെ എഴുതിയാൽ കിട്ടും തോന്നുന്നു. ഇത് കാണുന്നുണ്ട് ഇപ്പോൾ ഫെർമിൻ ജോസ്? ഉണ്ട്. അത് എന്റെ തല കൊണ്ട് പറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പൊ ക്ലിയർ ആയിരിക്കും വിചാരിക്കും അല്ലേ?
ഓക്കെ, 1000 എത്ര പ്രൈം ഫാക്ടേഴ്സ് ഉണ്ട്? ആ ചോദ്യത്തിലുള്ള മറുപടി 1000 നിങ്ങൾ ഫാക്ടേഴ്സ് ചെയ്യാൻ ഏതെല്ലാം പ്രൈം നമ്പർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. എത്ര പ്രൈം നമ്പർ ഉപയോഗിച്ചു, എത്ര പ്രാവശ്യം ഉപയോഗിച്ചെന്ന് ചോദിക്കുന്നില്ല. എത്ര പ്രൈം നമ്പർ നിങ്ങൾ 1000 ഉപയോഗപ്പെടുത്തി? ഇപ്പൊ 2 എന്ന പ്രൈം നമ്പർ ഇല്ലാതെ 1000 നമുക്ക് ഫാക്ടേഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നോക്കാം. 1000 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 500 കിട്ടി. 500 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 250 കിട്ടി. 250 നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 125 കിട്ടി. 125 നിങ്ങൾ പിന്നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, നിങ്ങൾക്ക് 25 കിട്ടി. 25 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഒരു പ്രൈം നമ്പർ കിട്ടുന്നവരെ നിങ്ങൾ ഈ ക്രിയ ചെയ്തു അവിടെ അവസാനിപ്പിച്ചു. അപ്പൊ ഇവിടെ ഉപയോഗിച്ച പ്രൈം നമ്പർ 2ഉം 5ഉം മാത്രമാണ്. അപ്പൊ 1000 പ്രൈം ഫാക്ടേഴ്സ് 2ഉം 5ഉമാണ്. അപ്പം എത്ര പ്രൈം നമ്പർ ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ 2 എന്നാണ് ഉത്തരം. അപ്പൊ പ്രൈം ഫാക്ടേഴ്സ് ചോദിച്ചാൽ അങ്ങനെയാണ് ഉത്തരം പറയുന്നത്. ഞാൻ ഒന്ന് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്, മറ്റുള്ള കുട്ടികൾ എന്ത് പറയുന്നു നോക്കട്ടെ. മക്കളെ, ഈ ആദ്യത്തെ ഈ 2 ചോദ്യത്തിന്റെയും വിശദീകരണം കൊണ്ട് നിങ്ങൾ തൃപ്തിയായോ? പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഘടകങ്ങളുടെ എണ്ണമാണെങ്കിൽ ഇതിന്റെ ഘടകങ്ങൾ 1000 ഘടകങ്ങളുടെ എണ്ണം 2 അല്ല. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇപ്പൊ 10,000 അല്ലെങ്കിൽ 1,00,000 പ്രൈം ഫാക്ടേഴ്സ് എത്ര എന്ന് ചോദിച്ചാൽ 2 ഉള്ളൂ. 2ഉം 5ഉം കൊണ്ട് മാത്രമേ ഫാക്ടേഴ്സ് ചെയ്യാൻ പറ്റൂ. അതേസമയത്ത് 1,00,000 ഘടകങ്ങൾ. അപ്പൊ ഘടകങ്ങളുടെ എണ്ണം വേറെയാണ്, പ്രൈം ഫാക്ടേഴ്സ് വേറെയാണ്. അത് തിരിച്ചറിയുക. ശരി ഫെർമിൻ ജോസ്, നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 3ാമത്തെ ചോദ്യം എന്താണ്? Which is the largest power of 2 in 6⁴ into 10⁴ into 14³ അവിടെ നിങ്ങള് ഫാക്ടേഴ്സിനെ തന്നെ കണ്ടുപിടിച്ചിട്ടേ പോകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. അതായത് 6⁴ into 10⁴ into 14⁵ the largest power of 2. 2ന്റെ ഏറ്റവും വലിയ പവർ ഏതാണെന്ന് ചോദ്യം. അത് നിങ്ങൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതിങ്ങനെ മാറ്റി കൊണ്ടുവരണം. ഈ 6നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 × 3 all⁴ എന്ന് എഴുതണം. 10നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 × 5 all⁴ എന്ന് എഴുതണം. 14നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 × 7 all⁻³ എന്ന് എഴുതണം. അങ്ങനെ എഴുതിയതിനു ശേഷം ഇവിടെ 2⁴4 3⁴4 into 2⁴4 into 5⁴4 into 2�3 into 7�3 എന്ന് കിട്ടുന്നു. ഇവിടെയുള്ള 2ന്റെ കുടുംബക്കാരെ മുഴുവൻ ഒന്നിപ്പിക്കുക. ഇപ്പൊ 2⁴4 പോയോ, 2⁴4 ഇവിടെ ഉണ്ട്. ആ 2⁴4ഉം ഇവിടെയുള്ള ഈ 2⁴4ഉം ഇവിടെയുള്ള ഈ 2⁻3നെയും ഒന്നിപ്പിക്കുക. കാരണം 2ന്റെ കാര്യം മാത്രമേ ചോദിക്കുള്ളൂ, നിങ്ങള് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ 4 4 8 3 11 അപ്പൊ 2⁻11 2⁻11ന്റെ കൂടെ നമ്മൾ 1 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 2⁻12 അപ്പൊ 12 ശരി. ഇത് മനസ്സിലായോ അവർക്ക്? ഞാൻ മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്, മറ്റുള്ള കുട്ടികൾ എന്ത് പറയുന്നു നോക്കട്ടെ. യെസ്, എന്താണ് സ്ഥിതി? ഓക്കെ ആണോ? Yes, sir. 12 ഇതിന്റെ ശരി എന്ന് മനസ്സിലായി. ഇനി അടുത്ത ചോദ്യം ഒന്ന് വായിക്കും ഫെർമിൻ ജോസ്. 72ന് എത്ര ഈവൻ ഫാക്ടേഴ്സ് ഉണ്ട്? ഈവൻ ഫാക്ടേഴ്സ് 72 എത്ര ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ഇന്നലെ ഞാൻ സെന്റ് ജോസഫ് ബോയ്സില്, കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സിലെ ഒരു കുട്ടി അതിന്റെ എളുപ്പവിദ്യ പറഞ്ഞിരുന്നു. കുട്ടികളിൽ നിന്ന് ഇങ്ങോട്ട് ചില എളുപ്പവിദ്യകൾ ഇങ്ങനെ പറയുന്നതുകൊണ്ട് നമുക്കതൊരു സൗകര്യമായി. അത്
അതിന് എല്ലാ ചോദ്യത്തിനും ശരിയാകുമോ എന്നുള്ളത് നിങ്ങളാണ് പരിശോധിക്കേണ്ടത്. കാരണം ആ കുട്ടി ഇതിലുണ്ടോ? ഇന്നലെ സെന്റ് ജോസഫിൽ നിന്ന് 72 എത്ര ഈവൻ ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ 72 എത്ര ഈവൻ ഫാക്ടേഴ്സ് ഉണ്ട്? 72 ഇപ്പൊ കാണാൻ എനിക്ക് തോന്നുന്നു. 72 എത്ര ഈവൻ ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ മറുപടി അന്ന് തന്ന കുട്ടി ഇതിലുണ്ടോ? ഈ ഗ്രൂപ്പിലുണ്ടോ ഇപ്പോൾ? എന്താ പേര്? ദേവരാജ്. ദേവരാജ് അതിന് കൊടുത്ത മറുപടി ഫെർമിൻ ജോസ് എന്താന്ന് പറഞ്ഞാൽ 72 7 2 കൂടി അങ്ങോട്ട് കൂട്ടി. 72 7 2 കൂടി കൂട്ടിയപ്പോൾ 9 ഈവൻ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. പിന്നീട് ഞങ്ങൾ ചോദിച്ചു 80 എത്ര ഈവൻ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അന്നേരം അവൻ കൂട്ടി 8 0 കൂടി കൂട്ടിയപ്പോൾ 8 ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇത് രണ്ടും ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം അത് ഒത്തു വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാ സംഖ്യക്കും ശരിയാകുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോഴാണ് ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചത് 3600 എത്ര ഈവൻ ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചു. 3600. അപ്പോൾ അവിടെ ഞങ്ങൾ ഉയർത്തിയ ചോദ്യം എന്താണ്? 36 എന്ന് മാത്രമേ എടുത്തു. അപ്പൊ ഇത് എല്ലാ സംഖ്യക്കും ശരിയാകുമോ എന്ന് നമുക്ക് അറിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. 72 എത്ര ഈവൻ ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ 72 ഈവൻ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കേണ്ട വഴി നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം മറ്റൊരു കാര്യം ചർച്ച ചെയ്യാം. 72 ഫാക്ടേഴ്സ് ചെയ്തു. 72 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്തായാലും ടോട്ടൽ ഫാക്ടേഴ്സ് കണ്ടെത്തണം. അത് ശരിയല്ലേ? 72 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 36 കിട്ടി. 36 വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 18 കിട്ടി. 18 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 9 കിട്ടി. 9 വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3 കിട്ടി. ആ 3 വെച്ചിട്ട് നമ്മൾ അവിടെ അവസാനിപ്പിച്ചു. ഇവിടെ 2/3 ഇൻറ്റു 3/2 ആണ് ഈ സംഭവം. അപ്പൊ ഇവിടെ നമുക്ക് ടോട്ടൽ ഫാക്ടേഴ്സ് കണ്ടെത്താൻ +1 +1 ചെയ്ത് കൊടുക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ 4 × 3 72 12 ഘടകങ്ങളാണ് ഉള്ളതെന്ന് മനസ്സിലായി. ആ 12 നിന്ന് ഓഡ് നമ്പറിന്റെ മേലെയുള്ള 3 ആണല്ലോ ഓഡ് നമ്പറായ പ്രൈം നമ്പർ. അപ്പൊ ആ 3ന്റെ മേലെയുള്ള 2 1 3 ഇതിൽ നാം കുറച്ച് കഴിഞ്ഞാൽ മതി. അങ്ങനെയാണ് നമുക്ക് 9 ഈവൻ ഫാക്ടേഴ്സ് കിട്ടുന്നത്. ഇനി ഇത് ചെക്ക് ചെയ്ത് നോക്കാം ശരി തന്നെയാണോ എന്ന്. കാരണം നിങ്ങൾക്ക് 1 × 72 2 × 36 3 × 24 4 × 18 6 × 12 8 × 9 ഇതൊക്കെയാണല്ലോ 72 ഘടകങ്ങൾ. അത് നിങ്ങൾക്ക് ഈവൻ ഫാക്ടേഴ്സ് നോക്കൂ. നിങ്ങൾ 1 2 3 4 5 6 7 8 9 കറക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഈവൻ ഫാക്ടേഴ്സ് കണ്ടെത്തുക. മൊത്തം ഫാക്ടേഴ്സ് കണ്ടെത്തിയിട്ട് ഓഡ് ഫാക്ടേഴ്സ് നാം കുറച്ച് കഴിഞ്ഞാൽ മതി. ഓഡ് നമ്പർ ഉണ്ടാകുമ്പോൾ അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ മതി. ഇനി അന്നേരമാണ് ആ കുട്ടി പറഞ്ഞത് 7 2 കൂട്ടിയാൽ 9 ആണല്ലോ സർ. അപ്പൊ 9 ഈവൻ ഫാക്ടേഴ്സ് അല്ലേ? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 80 എന്ന സംഖ്യക്ക് എത്ര ഈവൻ ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. 80ന്റെ ഘടകങ്ങളുടെ എണ്ണം 10 ആയിരുന്നു. 10 ഘടകങ്ങളാണ്. അത് കിട്ടിയത് നിങ്ങൾക്കറിയാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 40 കിട്ടി. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 20 കിട്ടി. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 10 കിട്ടി. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 5 കിട്ടി. അവിടെ നമ്മൾ 2/4 × 5/1 ആണ്. അപ്പൊ ഇവിടെ +1 കൊടുത്തു, ഇവിടെ +1 കൊടുത്തു. അങ്ങനെ 5 × 2 10 ഘടകങ്ങൾ കിട്ടി. ആ 10ൽ നിന്ന് നമ്മൾ എന്താ ചെയ്തത്? 10ൽ നിന്ന് ഈ ഓഡ് നമ്പറായ 5ന്റെ മേലെയുള്ള 1 + 1 കുറച്ചിട്ട് 10ൽ നിന്ന് 2 കുറയ്ക്കുന്നു, 8 കിട്ടുന്നു. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. 3600 എത്ര ഈവൻ ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ തൽക്കാലം നിങ്ങൾ ടോട്ടൽ ഫാക്ടേഴ്സ് കണ്ടെത്തിയിട്ട് ഫാക്ടറൈസ് ചെയ്ത് ടോട്ടൽ ഫാക്ടേഴ്സ് കണ്ടെത്തിയിട്ട്
അത് 36 നിങ്ങൾ കൊണ്ടുവരണം. ഇപ്പൊ 3600 എത്ര ഈവൻ ഫാക്ടേഴ്സ് ഉണ്ട് എന്നത് ടോട്ടൽ ഫാക്ടേഴ്സ് കണ്ടെത്തി ചെയ്യാൻ. പക്ഷെ നേരത്തെ ആ കുട്ടി പറഞ്ഞതുപോലെ ഇവിടെ 7 × 9 കൂട്ടുക അല്ലെങ്കിൽ 8 0 8 കൂട്ടുക എന്നുള്ളത് എല്ലാത്തിനും ശരിയാവുമോ എന്നുള്ളത് നിങ്ങളാണ് പരിശോധിക്കുന്നത്. ഓ കുട്ടി പറഞ്ഞത് ശരിയാവോ? 12 കിട്ടുന്നത് ശരിയാവുന്നുണ്ടോ? ഞാൻ ചെയ്തത് ശരിയാവില്ല. അപ്പൊ ഏത് ആ കുട്ടി പറഞ്ഞതുപോലെയാണോ? ഇപ്പൊ 12ന്റെ ഘടകങ്ങൾ നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കുക. 12നെ ഫാക്ടറൈസ് ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 6 കിട്ടി. 6നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, നമുക്ക് 3 കിട്ടി. അപ്പൊ 2/2 × 3/1 അപ്പൊ ഇവിടെ ഒരു +1 കൊടുക്കുന്നു, ഇവിടെ ഒരു +1 കൊടുക്കുന്നു. അങ്ങനെ 3 × 2 6 ഘടകങ്ങളാണ് നമുക്ക് 12 കിട്ടുന്നത്. ആ 6ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സംഭവം കുറയ്ക്കുന്നു, 1+1 കുറയ്ക്കുന്നു. 1+1 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 കിട്ടുന്നത്. പക്ഷെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ 3 കിട്ടുന്നുണ്ടെങ്കിൽ ആ എല്ലാ കാര്യത്തിലും ശരിയല്ല എന്ന് വ്യക്തമാണ്, ഇല്ലേ ശ്രീഹരി? ശ്രീഹരിയല്ലേ ചോദ്യം ചോദിച്ചത്? അതെ. യെസ്. അപ്പൊ നമുക്ക് എല്ലാത്തിനും നമുക്ക് നല്ലത് ടോട്ടൽ ഫാക്ടേഴ്സ് കണ്ടെത്തുക. ടോട്ടൽ ഫാക്ടേഴ്സ് കണ്ടെത്തിയിട്ട് ഓഡ് ഫാക്ടേഴ്സ് മൈനസ് ചെയ്യുക. ഇനി ഓഡ് ഫാക്ടേഴ്സ് ആണ് ചോദിച്ചെങ്കിലോ? ഓഡ് ഫാക്ടേഴ്സ് ആണ് ചോദിച്ചെങ്കിൽ ഓഡ് നമുക്ക് ഇപ്പൊ ഇവിടെ നിങ്ങളോട് ഓഡ് ഫാക്ടേഴ്സ് ആണ് ചോദിച്ചതെങ്കിൽ, ഓഡ് ഫാക്ടേഴ്സിന്റെ എണ്ണാണ് ചോദിച്ചെങ്കിൽ നമുക്ക് ഈ ഓഡ് നമ്പറിന്റെ മേലെയുള്ള സംഖ്യ എഴുതിയാൽ മതി. ഇപ്പൊ ഇവിടെ 12ന് ഇപ്പൊ നമുക്ക് 4 എന്ന് കണ്ടതുപോലെ ഇവിടെ നമുക്ക് മൊത്തം 6 ഫാക്ടേഴ്സ്. ഓഡ് നമ്പറിന്റെ മേലെ ഉള്ളത് നമുക്ക് 1+1 2 ആയിരിക്കും. അപ്പൊ അത് എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം എന്തായിരുന്നു ഫെർമിൻ ജോസ്? 12 ഘടകമുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ചോദ്യമാണ് അത്. ലാസ്റ്റ് ചോദ്യമാണ് അത്. യെസ്, ലാസ്റ്റ് ചോദ്യമാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം, സമയക്കുറവ് കൊണ്ടാണ്. 12 ഘടകങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അത് നല്ല ചോദ്യമാണ്. അപ്പോ പെട്ടെന്ന് കുട്ടികൾ എഴുതും 72 എഴുതും. കാരണം നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് 72 12 ഘടകമാണുള്ളത്. പക്ഷെ 72 അല്ല. 12 ഘടകങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്ന് ചോദിക്കാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. 2 ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഒന്ന് 10 ഘടകങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത്, ഒന്ന് 12 ഘടകങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത് ചോദിക്കും. കാരണം അത് ഒരു ബിഗിനിങ് ആയതുകൊണ്ട് അങ്ങനത്തെ ചോദ്യമാണ് വരിക. അപ്പൊ കുട്ടികൾ ടൈപ്പ് ശരിയാണ്, 60 ശരി. ഇനി 12 ഘടകങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 12 എങ്ങനെ കയറി പോവാന്നുള്ളത് നമുക്ക് നോക്കാം. 12 ഘടകങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യ 12 എങ്ങനെ കയറി പോവാം? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഭാഗത്ത് പ്രൈം നമ്പർ ആയ ഡിജിറ്റ്സ് ആണ് എഴുതിയെടുക്കുക. 2 3 ലക്ഷോടി താഴ്ത്തിയത്, 2 3 5 ഈ 3 പ്രൈം നമ്പർ ആണ് എഴുതിയിരിക്കുക. ഇങ്ങനെയാണ് ചോദ്യം വരുന്നത്. 12 ഘടകങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നുള്ള ചോദ്യമൊക്കെയാണ്. ആ 10 ഘടകങ്ങളുടെ ചോദ്യം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രൈം നമ്പർ ഡിജിറ്റ്സ് ആണ് എഴുതിയത്. അതിനുശേഷം തന്നിരിക്കുന്ന 12നെ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യുക. 12 നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 കൊണ്ട് ചെയ്തു, നിങ്ങൾക്ക് 6 കിട്ടി. വീണ്ടും 2 കൊണ്ട് ചെയ്തു, നിങ്ങൾക്ക് 3 കിട്ടി. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന സംഖ്യകൾ 1 3 1 2 1 2. ഇത് 3 പേർക്ക് ഇവിടെ ഓതി വെച്ച് കൊടുക്കുക. ഈ 3 എന്ന ഏറ്റവും വലുതിന് ഏറ്റവും ചെറിയ പ്രൈം നമ്പറിന്റെ മുകളിൽ കണ്ടിട്ട് അടുത്തത് ഒരുപോലെയുള്ളതാണ്. അപ്പോൾ 2 എടുത്തിട്ട് ഈ പ്രൈം നമ്പറിന്റെ മുകളിൽ ഇടുക, അടുത്ത 2 എടുത്തിട്ട് ഈ പ്രൈം നമ്പറിന്റെ മുകളിൽ ഇടുക. അതിനുശേഷം അടുത്ത ജോലി ഇതിൽ നിന്ന് ഓരോന്നും കുറച്ച് കളിയാ. അപ്പൊ 2/3 1 കുറച്ചാൽ 2 കിട്ടും. 3/2 1 കുറച്ചാൽ 1 കിട്ടും. നേരത്തെ +1 ഇട്ട് ഓർമ്മ ഉണ്ടാവില്ല നിങ്ങൾക്ക്. അതുപോലെ തിരിച്ച് മൈനസ് ചെയ്തു. 5/2 1 കുറച്ചാൽ 1 കിട്ടും.
അപ്പൊ 2/2 എന്ന് പറയുന്നത് 4ആണ്. ഇവിടെ 3 ഇവിടെ 5. അപ്പൊ 4 × 3 12, 12 × 5 60. അപ്പം 60 നമുക്ക് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് 60 ഈ പറഞ്ഞ 60 ഈ 12 ഫാക്ടേഴ്സ് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിലൂടെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ 60 ഇവിടെ എഴുതിയിട്ട് ആ 60 നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നു. 2 കൊണ്ട് ചെയ്തു 30 കിട്ടി. വീണ്ടും 2 കൊണ്ട് അയച്ചു 15 കിട്ടി. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, നമുക്ക് 5 കിട്ടി. അപ്പൊ നമുക്ക് 2/2 ഇൻറ്റു 3/1 ഇൻറ്റു 5/1 ആണല്ലോ ഈ 60. നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? +1 കൂടെ കൊടുത്തു, ഇവിടെ ഒരു +1 കൊടുത്തു, ഇവിടെ ഒരു +1 കൊടുത്തു. അങ്ങനെ 3 × 2 × 2 എന്ന് കിട്ടുന്നു 12. അപ്പൊ 60 12 ഘടകമെന്ന് മനസ്സിലായി. 12 ഘടകങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യ 60 ആണെന്ന് മനസ്സിലായി. ശരി, ഇതേപോലെ 10 ഘടകങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേ രീതിയിൽ തന്നെ. എങ്ങനെ? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പ്രൈം നമ്പറായ ഡിജിറ്റ്സ് ഇവിടെ എഴുതിയേക്കുക. 2, 3, 5 എന്ന് എഴുതി. ആ എഴുതി വെച്ചതിന് ശേഷം 10നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. 2 കൊണ്ട് അയച്ചു 5 കിട്ടി. അവിടെ 2 5 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾ 5നെ പരിഗണിക്കേണ്ടതില്ല. ഇവിടുത്തെ 5 ഈ പ്രൈം നമ്പറായ 5നെ നിങ്ങൾ തൽക്കാലം ഒന്നും ചെയ്യേണ്ടതില്ല, അതാണ് കിട്ടെ. ഇവിടെയുള്ള ഏറ്റവും വലിയ സംഖ്യ 5ആണ്. ഈ 5 എടുത്ത് 2ന്റെ മുകളിൽ കൊണ്ടിടുക. ഏറ്റവും ചെറിയ പ്രൈം നമ്പറിന് കൊടുക്കുക. അടുത്ത ഈ 2 എടുത്തിട്ട് ഈ പറഞ്ഞ 3ന്റെ മുകളിൽ കൊടുക്കുക. അതിനുശേഷം ഈ 5ൽ നിന്ന് 1 കുറയ്ക്കുക, 2/4 കിട്ടും. 2ൽ നിന്ന് 1 കുറയ്ക്കുക, നമുക്ക് 3/1 കിട്ടും. 2/4 എന്ന് പറഞ്ഞാൽ 16ആണ്. 16നെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് 48ആണ്. അപ്പൊ 10 ഘടകങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യ 48ആണ്. നേരത്തെ നമ്മൾ 80 10 ഘടകങ്ങൾ എന്നുള്ളത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് 48നെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അവിടെ 10 ഘടകങ്ങളാണ് കിട്ടുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി ഉള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. ആ ചോദ്യങ്ങളുടെ ആൻസർ നിങ്ങൾ ഇന്ന് തന്നെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം, ഇന്നൊരു നല്ല തുടക്കമാവട്ടെ. നന്നായിട്ട് പഠിക്കുക. വരുന്ന 27-നാണ് നമ്മുടെ എക്സാം. നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ആ ചോദ്യങ്ങൾക്കുള്ള ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ചോദ്യം ഞാൻ പറയാം. 1 മുതൽ 100 വരെ ഘടകങ്ങളുടെ എണ്ണം ഒറ്റയായത് എത്ര? അതായത് 1 മുതൽ 100 വരെ ഘടകങ്ങളുടെ എണ്ണം ഒറ്റയായത് എത്ര? 1 മുതൽ 100 വരെ ഘടകങ്ങളുടെ 2 എണ്ണം ഉള്ളത് എത്ര? 1 മുതൽ 100 വരെയുള്ള ഘടകങ്ങളുടെ 3 എണ്ണം മാത്രമുള്ളത് എത്ര? ചോദ്യം വ്യക്തമായോ ഫെർമിൻ ജോസ്? എന്തോ ചോദ്യം വ്യക്തമായില്ല എന്ന് തോന്നുന്നു അല്ലേ? യെസ്. അപ്പൊ മറ്റുള്ള കുട്ടികൾക്ക് കൂടി എഴുതി വെക്കാം. ചോദ്യം ഒന്നുകൂടി വ്യക്തമാക്കി തരാം. ഒന്നാമത്തെ ചോദ്യം എഴുതിക്കോളൂ. ഒന്ന് മുതൽ 100 വരെ 1 to 100 ഫാക്ടേഴ്സിന്റെ എണ്ണം 3 എണ്ണം ഉള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? എത്ര നമ്പേഴ്സ് ഉണ്ട്? മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഒന്നിച്ചുള്ളതുകൊണ്ടാണ് രണ്ടും മിക്സ് ചെയ്ത് തന്നിരിക്കുന്നത്. ഘടകങ്ങളുടെ എണ്ണം 3 എണ്ണമുള്ള എത്ര നമ്പേഴ്സ് 1 മുതൽ 100 വരെ ഉണ്ട് എന്നാണ് എന്റെ
1 to 100 ഫാക്ടേഴ്സിന്റെ എണ്ണം വെറും 3 എണ്ണം മാത്രമുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ചോദ്യം. നല്ല ചോദ്യമാണ്. എത്ര നമ്പേഴ്സ് ഉണ്ട്? അത് ഏതെല്ലാമാണ് ആ നമ്പേഴ്സ്? 1 മുതൽ 100 വരെ എഴുതുമ്പോൾ ഘടകങ്ങളുടെ എണ്ണം 3 എണ്ണം മാത്രമുള്ള എത്ര സംഖ്യകൾ? ഇപ്പൊ വിളിച്ചു പറയണ്ട മക്കളെ, ഇത് ഹോംവർക്കാണ്. ഹോംവർക്ക് നിങ്ങൾ ഇപ്പം വിളിച്ചു പറയരുത്. നിങ്ങൾക്ക് സമയം ഉണ്ട്. ആ സമയം എടുത്തുകൊണ്ട് യൂട്യൂബിൽ ഈ ചോദ്യം വരുമ്പോൾ ഇന്ന് തന്നെ വരും. ആ വരുന്ന സമയത്ത് മക്കള് യൂട്യൂബിന് ആൻസർ കൊടുത്താൽ മതി. 1 മുതൽ 100 വരെ എഴുതുമ്പോൾ ഘടകങ്ങളുടെ എണ്ണം 3 ആയ എത്ര സംഖ്യകളുണ്ട്? ഇനി രണ്ടാമത്തെ ചോദ്യം. How many composite numbers, ഭാജ്യസംഖ്യകൾ, how many composite numbers between 1 and 100? 1-നും 100-നും ഇടയിൽ എത്ര ഭാജ്യസംഖ്യകളുണ്ട്? ഈ 2 ചോദ്യത്തിനാണ് നിങ്ങൾ ഇന്ന് മറുപടി തരേണ്ടത് യൂട്യൂബിൽ ഈ ക്ലാസ് വരുമ്പോൾ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ല ഒരു ദിവസം നേർന്നുകൊണ്ട് ഈ വർഷം നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. Thank you, sir. Thank you, sir.